കഴിഞ്ഞ 10 വർഷത്തോളമായി തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കാനായി രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ്. 10 വർഷങ്ങൾക്ക് മുൻപ് ചങ്ങാതിക്കൂട്ടം എന്ന സൗഹൃദ കൂട്ടായ്മയിലെ ഭിന്നശേഷിക്കാരായ 2 സഹോദരങ്ങളെ സഹായിക്കാനായി വളരെ എളിയ നിലയിൽ തുടങ്ങിയതാണ് ഈ സംരംഭം. അങ്ങനെ 2017 ജൂണിൽ തുടങ്ങിയ നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പോൾ ഈ 2026 വരെ വിജയകരമായി ഓരോ അർഹരായ വ്യക്തികൾക്ക് ധനസഹായം നൽകുവാനായി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളും നിങ്ങളുമല്ലാതെ നമ്മളായി നിൽക്കുന്നതിൻ്റെ ശക്തിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആ പേര് സ്വീകരിച്ചിട്ടുള്ളത്. 100 രൂപ നമ്മൾ ഒരാൾക്ക് നൽകിയാൽ അതൊരു വലിയ സഹായം ആകണമെന്നില്ല. അതേസമയം 10 പേരോ 100 പേരോ 100 രൂപ വീതം എടുക്കുകയാണെങ്കിൽ ലഭിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും ഒരു വലിയ സഹായം തന്നെയായിരിക്കും. ഏകദേശം ഇപ്പോൾ നമ്മൾ 72 ആളുകൾക്കായിട്ട് 35 ലക്ഷം രൂപ ഈ 9 വർഷം കൊണ്ട് നമ്മൾ കൊടുത്തു. വളരെ ചെറിയ രീതിയിലാണെങ്കിൽ കൂടി ഇത്രയും വലിയൊരു തുക നമുക്ക് നൽകാൻ കഴിഞ്ഞു. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ വലിയ ചികിത്സകൾ, ഇപ്പോൾ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ലിവർ സംബന്ധമായ അസുഖങ്ങൾ, അവർക്കൊക്കെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ കുറവാണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ പോകണം, വലിയ ചിലവാണ്. പക്ഷേ ചികിത്സിച്ചാൽ അവർക്ക് അത് പൂർണ്ണമായും ഭേദമാവാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് മാത്രം ചികിത്സിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അത്തരം ആളുകളെ സഹായിക്കുക എന്ന രീതിയിലാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പല പഠന സഹായങ്ങൾ, ഓണം കിറ്റ് വിതരണം, പ്രളയത്തിൽ നമ്മൾ വീട് വരെ വെച്ച് കൊടുത്തിട്ടുണ്ട് പലർക്കും. അങ്ങനെ നമ്മളിത് നല്ല രീതിയിൽ നടന്നു പോയി തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഊർജ്ജമായി, കൂടെ നല്ലൊരു ടീമുണ്ടായി. എല്ലാ വാർഷികങ്ങളും ആഘോഷിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നപ്പോൾ അപ്പോഴും നമ്മൾ വളരെ സിമ്പിളായിട്ട് ആദ്യം നമ്മൾ പോയത് കോർപ്പറേഷൻ്റെ വയോജന മന്ദിരമുണ്ട് രാമവർമ്മപുരത്ത്. അവിടെ നമ്മൾ മൊത്താണ് ഒരു ദിവസം മുഴുവൻ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടാണ് ആഘോഷിച്ചത്. ക്രൈസ്റ്റ് വില്ല തുടങ്ങി പൂർ ഹോംസ്, അങ്ങനെ അനാഥ മന്ദിരങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ എല്ലാ വർഷവും വാർഷികങ്ങൾ ആഘോഷിക്കാറുണ്ട്. എല്ലാവരും കൂടിച്ചേരാറുണ്ട്. നമ്മളെ പറ്റി പറയുമ്പോൾ നമുക്കൊരിക്കലും സുധീറിനെ മറക്കാൻ കഴിയില്ല. കാരണം സുധീറാണ് ഈ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ചങ്ങാതിക്കൂട്ടം എന്ന കൂട്ടായ്മയിലൂടെ. അതിൻ്റെ വിജയം തന്നെയാണ് നമ്മൾ തുടർന്ന് കൊണ്ടുപോകാനുള്ള ശക്തി, അല്ലെങ്കിൽ നമ്മൾ ഇന്നും 9 വർഷമായിട്ട് അത് തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഏകദേശം 200ഓളം മെമ്പർമാരുണ്ടെങ്കിൽ കൂടി 7 പേരടങ്ങുന്ന ഒരു കോർ ടീമുണ്ട്. നമ്മൾ ഈ കോർ കമ്മിറ്റീനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത, സുധീറിനെ നേരത്തെ പറഞ്ഞു, സുധീറാണ് തുടങ്ങിയെന്ന്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഡേവിസ് ചേട്ടൻ നമ്മളിപ്പോൾ വിട്ടുപിരിഞ്ഞു. വളരെ സങ്കടത്തോടു കൂടിയാണ് പറയുന്നതെങ്കിൽ കൂടി അദ്ദേഹം 2 കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ഒരു ലുക്കേമിയം അതിജീവിച്ച ആളായിരുന്നു. അദ്ദേഹം ലാസ്റ്റ് ടൈമിലൊക്കെ ദയ ഹോസ്പിറ്റലിൽ ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഇതിനെ കൊണ്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡോക്ടർമാരൊക്കെ സംസാരിച്ച് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരാൻ അറിവുള്ള വ്യക്തിയായിരുന്നു. ഇൻ്റർനാഷണലായിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തികളുടെ ഗെയിംസിൽ ഷട്ടിൽ ബാഡ്മിൻ്റനും മറ്റു പല ഗെയിംസിലും പങ്കെടുത്ത് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയിട്ടുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു. നമുക്ക് വളരെ നിർബന്ധമാണ് ഈ ചാരിറ്റി ഒരാൾ ചെയ്യുമ്പോൾ തന്നെ അത് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് ലഭിക്കണം എന്നുള്ളത്. കാരണം അത് എൻ്റെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ പൈസയല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, പബ്ലിക്കിൻ്റെ പൈസയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ ട്രസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, പലരും പറഞ്ഞറിഞ്ഞിട്ടും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സഹായം ലഭിക്കുമെന്നറിഞ്ഞ് നമ്മളെ പലരും വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഫോം ഉണ്ട്, ആ ഫോം അവർക്ക് കൊടുക്കും. അതിൽ അവരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ പറയും. ആ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ വിലയിരുത്തും. ഒരേ സമയം 2-3 ഫോമുകൾ ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 ഫോമിന് നമുക്കൊരു പോയിന്റിങ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വെച്ചിട്ട് ഇതിലേതാണ് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടതെന്ന് തിരഞ്ഞെടുത്തിട്ട് അവർക്കാണ് നമ്മൾ ചാരിറ്റി കൊടുക്കുന്നത്. മാത്രമല്ല ഈ ചാരിറ്റി ചോദിക്കുന്ന ആള് അതിലും തട്ടിപ്പുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിനെപ്പറ്റി അറിയുന്ന, ഒന്നുകിൽ നമ്മൾ അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഈ ഉള്ള ആളുകളിൽ ആരെങ്കിലും ഒക്കെ നേരിട്ട് പോയി ഇത് ബോധ്യപ്പെട്ട ശേഷം മാത്രമാണ് ഇവരെ സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബന്ധങ്ങളുള്ള അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അന്വേഷിപ്പിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രമാണ് നമ്മളൊരു കേസ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഒരുപാട് നിബന്ധനകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചെയ്തു പോകുന്നുണ്ട്. ഇതുവരെ എല്ലാ വർഷവും കൃത്യമായി ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു ട്രസ്റ്റാണ് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അത്തരം പ്രവർത്തനങ്ങൾ പലരും നല്ല രീതിയിലും മോശമായ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്.
നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എപ്പോഴെന്താ വെച്ചാൽ ചാരിറ്റി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ തീരെ കഴിവില്ലാത്ത ആളുകളാണ് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാൻ വരുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സ്വകാര്യത നമ്മൾ പൂർണ്ണമായും മാനിക്കുന്നുണ്ട്. അവരെ വിറ്റ് കാശാക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുക, അവരുടെ സെന്റിമെന്റ്സ് അവരെ വെച്ചിട്ടുണ്ടാക്കുക, അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു നേട്ടമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് പോലും, അതായത് പല ആളുകളും കളക്റ്റീവായിട്ട് എമൗണ്ട് ഇട്ടിട്ടാണ് നമ്മൾ ഓരോ രോഗികൾക്ക് കൊടുക്കുന്നത്. അതായത് ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, രോഗികളുടെ വീടുകൾ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ രോഗികളുടെ ആക്ച്വൽ സിറ്റുവേഷൻ അളക്കാൻ വേണ്ടി നമ്മൾ പോകുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു എമൗണ്ട് പോലും നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എമൗണ്ടിൽ നിന്ന് എടുക്കുന്നില്ല. ആ എമൗണ്ട് പോലും, അതായത് ആ ചെലവാക്കുന്ന എമൗണ്ട് പോലും രോഗികളുടെ എമൗണ്ടിൽ നിന്ന് പോകരുത് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിത് പ്രവർത്തിക്കുന്നത്. പക്ഷേ തൃശ്ശൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതാണെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നും, കേരളത്തിൽ പുറത്തു നിന്നും, ഇന്ത്യയിൽ പുറത്തു നിന്നും വരെ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടാറുണ്ട്. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരു കേസ് 2 കേസ് മാത്രമാണ് മാസങ്ങളിൽ നമുക്ക് റിക്വസ്റ്റ് ആയിട്ട് വരാറുള്ളൂ. ഇപ്പോൾ വരുന്നത് 6 അതിൽ കൂടുതലോ എല്ലാ മാസവും വരുന്നുണ്ടത് തന്നെ. നമുക്ക് അവരെല്ലാവരും സഹായിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കത് സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അതിനെ കൂട്ടാനുള്ള, ഡൊണേഷൻ കൂട്ടാനുള്ള, മെമ്പേഴ്സിനെ കൂട്ടാനുള്ള പല കാര്യങ്ങളും നമ്മളെ ഭാഗത്തുനിന്ന് നമ്മൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പാലിയേറ്റീവ് ഡൊണേഷൻ ബോക്സ്, അത് റെസ്റ്റോറൻ്റ് ആയാലും ഓരോ സ്ഥാപനങ്ങളിലും നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ പാലിയേറ്റീവ് ഡൊണേഷൻ ബോക്സ്, അതുപോലെ തന്നെ 100 rupees ചാലഞ്ച്, ഏതൊരു വ്യക്തിക്കും ഒരു 100 rupees ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല, കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. ഇപ്പോൾ ഡേവിസ് ഏട്ടൻ, സുധീർ ഏട്ടൻ, അങ്ങനെ വിട്ടുപിരിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോഴും നമ്മുടെ മെയിനായിട്ട് എത്തിച്ചേരാൻ പറ്റാത്ത നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, അജിനിയാണ് എപ്പോഴും ഈ ഫോമുകൾ എല്ലാം നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോൾ രോഗികളെ വിളിച്ച് സംസാരിക്കുകയും അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഇത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു പരിപാടിയാണ്. കാരണം നമുക്ക് ഒരുപാട് ഫോമുകൾ വരും, അതിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് സംസാരിച്ച് അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു ആളെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാ ആളുകളെയും വിളിച്ച് അവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളും എല്ലാം കേട്ടതിന് ശേഷം അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ക്രോഡീകരിച്ച് അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഫോം ഉണ്ട്, ആ ഫോമിൽ എൻ്റർ ചെയ്തിട്ട് ഒരു പോയിന്റ് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് സിസ്റ്റം അനുസരിച്ചിട്ടാണ് രോഗികളെ ആർക്കാണ് സഹായം കൊടുക്കേണ്ടത് എന്ന് സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റിൽ മെമ്പർ ആവാൻ സഹായിക്കാനുള്ള ഒരു മനസ്സ്, ഈ ഒറ്റ കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ ഇത്ര രൂപ എല്ലാ മാസം തരണമെന്നോ അങ്ങനത്തെ ഒരു ഡിമാൻഡുകളും ഇല്ല. ഇതിനായി നമ്മൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ സ്വന്തക്കാരെയും സുഹൃത്തുക്കളെയും പരിചയക്കാരെയും എല്ലാവരെയും ഈ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളാക്കുക. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് ചാരിറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു കൈ കൊടുക്കുന്ന മറ്റേ കൈ അറിയാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ളതും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരസ്യം ഇത്ര കാലം ഇല്ലാത്തത് എന്നൊക്കെ. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് സഹായം ചോദിച്ച ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്, പക്ഷെ എല്ലാവരും സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അതിനനുസരിച്ചുള്ള ഒരു ആൾബലമോ സാമ്പത്തിക ബലമോ നമുക്കില്ല. അപ്പോൾ അത് കൂട്ടണമെന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ ഒരു ചർച്ചയിലുണ്ടായ ഒരു ആശയമാണ്. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരണം, കൂടുതൽ ഫണ്ട് വരണം, അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളെ സഹായിക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോഷന് തന്നെ നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രതീക്ഷകൾ പകരാം.